ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിന്റെ അപ്പീൽ തള്ളി സുപ്രീം കോടതി. കേസിൽ ശങ്കർദാസിനെ എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തതെന്ന് ഹൈക്കോടതി SITയോട് ചോദിച്ചു. ഈ പരാമർശങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശങ്കർദാസ് നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. കൊലയിൽ ശങ്കർദാസിനും ഉത്തരവാദിത്തമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വാദം കേൾക്കുന്നതിന് മുൻപ് തന്നെ സുപ്രീം കോടതി ഹർജി തള്ളുകയായിരുന്നു. ശബരിമലയിലേത് വലിയ ക്രമക്കേടാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ജാമ്യം വേണമെങ്കിൽ പരിഗണിക്കുന്ന കോടതിയെ സമീപിക്കണമെന്നും കോടതി പറഞ്ഞു. എന്നാൽ ബോർഡ് അംഗം എന്ന നിലയിലാണ് ഒപ്പുവെച്ചതെന്നായിരുന്നു ശങ്കർദാസിന്റെ വാദം. കേസിൽ ശങ്കർദാസിനെ എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തതെന്ന ഹൈക്കോടതിയുടെ പരാമർശം തന്റെ ഭാഗം കേൾക്കാതെയാണെന്ന് കാട്ടിയാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം കൊല്ലം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള അപേക്ഷ KP ശങ്കർദാസ് നൽകിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നൽകിയത്. അതേസമയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പുനർജനി വിവാദം രാഷ്ട്രീയ ആയുധമാക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് 19 കോടി രൂപയുടെ ആക്ഷേപമാണ് വന്നതെന്നും ശബരിമലയിൽ നടന്നതുപോലെയുള്ള കൊള്ള തന്നെയാണ് പുനർജനിയിലും നടന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തണമെങ്കിൽ അത് കാരണമില്ലാതെ ആയിരിക്കില്ലല്ലോ. തെരഞ്ഞെടുപ്പിനെ ലക്കാക്കി അത്തരത്തിൽ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ വിജിലൻസിനെ കഴിയില്ലെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. രാജ്യം കടന്നുള്ള കാര്യമായതിനാലാണ് CBI അന്വേഷണത്തിനെ ശുപാർശ ചെയ്തത്. അതിൽ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? ഞാൻ പേടിച്ചുപോയി എന്ന തമാശ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞ് ലളിതവൽക്കരിക്കാനാവുന്ന കേസല്ല ഇത്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനാവില്ല. ബോധപൂർവം പ്രതിപക്ഷ നേതാവിനെതിരെ അടിസ്ഥാനരഹിതമായ കുറ്റം ചുമത്താൻ കഴിയില്ലെന്നും V ശിവൻകുട്ടി വ്യക്തമാക്കി. അതോടൊപ്പം നേമത്ത് മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് V ശിവൻകുട്ടി പറഞ്ഞു. പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് തന്റേത്. നേമം മണ്ഡലത്തിൽ 3 തവണ മത്സരിച്ചിരുന്നു. അതിൽ 2 തവണ വിജയവും 1 തവണ പരാജയവും നേരിട്ടു. നേമത്ത് ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നുവോ അതിനെ അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ. തങ്ങളാരും സ്വന്തമായി ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കാറില്ലെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ പുനർജനി കേസിൽ 2 വിജിലൻസ് റിപ്പോർട്ടുകൾ ഞായറാഴ്ച പുറത്തു വന്നിരുന്നു. VD സതീശനെതിരായ പുനർജനി കേസിൽ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്ത റിപ്പോർട്ടായിരുന്നു ആദ്യം പുറത്തുവന്നത്. VD സതീശൻ വിദേശ ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടെന്നാണ് ഇതിൽ വിജിലൻസിന്റെ കണ്ടെത്തൽ. വിദേശ ഫണ്ട് പിരിവ് കേന്ദ്ര നിയമത്തിന്റെ ലംഘനമാണെന്നും ആദ്യ റിപ്പോർട്ടിൽ പറയുന്നു. സ്വകാര്യ സന്ദർശനത്തിന് കേന്ദ്രത്തിൽ നിന്ന് അനുമതി വാങ്ങിയാണ് സതീശൻ വിദേശത്തേക്ക് പോയത്. അത്തരത്തിൽ വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിക്കുകയും കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇത് നിയമലംഘനമാണെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ CBI അന്വേഷണം ആവശ്യമാണെന്നും വിജിലൻസ് ആദ്യ റിപ്പോർട്ടിൽ പറയുന്നു.